ടൂർണമെൻറ്റ്സ് ആൻഡ് ഫിക്ചേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം 4 ടൈപ്സ് ഓഫ് ടൂർണമെൻ്റ് ആണുള്ളത്, അല്ലെങ്കിൽ 4 മെത്തേഡ്സിലൂടെ നമുക്ക് ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കൗട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെൻറ്റ് എന്ന് പറയും. സെക്കൻഡ് വൺ ലീഗ് ടൂർണമെൻറ്റ്. തേർഡ് ടൈപ്പ് കോമ്പിനേഷൻ ടൂർണമെൻറ്റ്. ആൻഡ് ലാസ്റ്റ് ചാലഞ്ചസ് ടൂർണമെൻറ്റ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് ടൂർണമെൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കൗട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഈ ടൈപ്പ് ടൂർണമെൻറ്റിൽ ഇൻ കേസ് ടീം ഡിഫീറ്റോ അല്ലെങ്കിൽ തോറ്റു പോകുകയാണെങ്കിൽ അവർക്ക് വിന്നൊരു ചാൻസ് കിട്ടില്ല, അവർ എലിമിനേറ്റ് ആയി പോകും. അതുകൊണ്ടാണ് നോക്കൗട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെൻറ്റ് എന്ന് ഇതിനെ വിളിക്കുന്നത്. നോക്കൗട്ട് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ എലിമിനേഷൻ ടൂർണമെൻറ്റ് 4 ടൈപ്സ് ഉണ്ട്. സിംഗിൾ നോക്കൗട്ട്, ദെൻ ഡബിൾ നോക്കൗട്ട്, ദെൻ കൺസോളേഷൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2, ആൻഡ് ലാസ്റ്റ് ബാഗ്നൽ വൈൽഡ് എലിമിനേഷൻ ടൂർണമെൻറ്റ്. അങ്ങനെ 4 ടൈപ്സ് ആണ് ഉള്ളത്. നമുക്കിനിയും ഓരോന്നും എങ്ങനെ ഇതിൻ്റെ പിക്ചർ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം സിംഗിൾ നോക്കൗട്ട്. സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ്സ് ഓൾസോ കോൾഡ് ഒളിമ്പിക് സിസ്റ്റം ടൂർണമെൻറ്റ്, അല്ലെങ്കിൽ സിംഗിൾ പെനിട്രേഷൻ ടൂർണമെൻറ്റ്, അല്ലെങ്കിൽ സഡൻ ഡെത്ത് ടൂർണമെൻറ്റ്, ഇങ്ങനെ പറയാറുണ്ട്. ഈ പേര് പോലെ തന്നെ സഡൻ ഡെത്ത്, അതായത് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ടീമിന് പിന്നെ ചാൻസ് ഇല്ല, ഔട്ടാവും ടൂർണമെൻറ്റിൽ നിന്ന്. അതുകൊണ്ടാണ് സിംഗിൾ നോക്കൗട്ട് അല്ലെങ്കിൽ സഡൻ ഡെത്ത് ടൂർണമെൻറ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത്. ഇപ്പോൾ സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റിൻ്റെ ഫിക്സ്ചർ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഇതിൽ എത്ര മാച്ചസ് ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n-1. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീംസ് -1, അതായിരിക്കും മാച്ചസ് വരുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് 16 ടീം ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് മാച്ചസ് 16 - 1, അതായത് 15 മാച്ചസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം എത്ര ടീമുണ്ടോ അതിനേക്കാൾ ഒരു സംഖ്യ അല്ലെങ്കിൽ -1 ആയിരിക്കും നമ്പർ ഓഫ് മാച്ചസ്. പിക്ചർ വരയ്ക്കാനായിട്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടീംസിനെ 2 ഹാഫ് ആക്കണം. അപ്പർ ഹാഫും ലോവർ ഹാഫാക്കി തിരിക്കണം. ഓക്കെ, ഈവൻ നമ്പർ ഓഫ് ടീംസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് n/2 എന്നുള്ള ഇക്വേഷൻ. ഈവൻ നമ്പർ ഓഫ് ടീംസ് ആണെങ്കിൽ n/2 അപ്ലൈ ചെയ്യാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീം, എത്ര ടീമുണ്ടോ അത് ഡിവൈഡഡ് ബൈ 2. അത് ഈവൻ നമ്പർ ഓഫ് ടീംസിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് n/2. ഫോർ എക്സാമ്പിൾ 10 ടീമുണ്ടെന്ന് വിചാരിക്കുക. 10 ടീമുണ്ടെങ്കിൽ n/2 അപ്ലൈ ചെയ്യുമ്പോൾ 10/2, അപ്പോൾ 5 ആണ് ആൻസർ. അപ്പോൾ 5 ടീം അപ്പർ ഹാഫിലും 5 ടീം ലോവർ ഹാഫിലും വരും. ഇനി ഓഡ് നമ്പർ ഓഫ് ടീം ആണെങ്കിൽ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. അപ്പർ ഹാഫ് n+1/2, ലോവർ ഹാഫ് n-1/2. ഇപ്പോൾ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2, 4, 6, 8, 10 ഇതൊക്കെ ഈവൻ നമ്പർ ഓഫ് ടീംസ്. അപ്പോൾ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെയാണ്? 3, 5, 7, ഇതെല്ലാം ഓഡ് നമ്പറാണ്. 9, 11 ഇതെല്ലാം ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടീംസ് വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പർ ഹാഫിന് n+1/2 ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്, ലോവർ ഹാഫിന് n-1/2. ഫോർ എക്സാമ്പിൾ 11 ടീംസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 11 + 1/2 അപ്ലൈ ചെയ്യുക. 11 + 1/2 എത്ര? 12/2 വരും. 12/2 = 6. അപ്പോൾ അപ്പർ ഹാഫിൽ 6 ടീം വരും. ലോവർ ഹാഫിലെ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പം 11 - 1/2, അതായത് 10/2 = 5. അപ്പം ലോവർ ഹാഫിൽ 5 ടീം വരും. സിമ്പിളാണിത്. ഇക്വേഷൻ ഓർത്ത് വെച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും പിക്ചർ വരയ്ക്കാൻ. ഇനി നമുക്ക് ബൈ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കൂടെ നോക്കാം. Bye refers to a team automatically advancing to the next round of tournament play without competing. അതായത് ബൈ കൊടുക്കുന്ന ടീം ഫസ്റ്റ് റൗണ്ട് കളിക്കില്ല, ഡയറക്റ്റ് സെക്കൻഡ് റൗണ്ടിലോട്ട് അഡ്വാൻസ് ചെയ്തു പോകും. അപ്പം ബൈ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം. അപ്പം ബൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പവർ ഓഫ് 2 മൈനസ് നമ്പർ ഓഫ് ടീംസ്. ഓക്കെ, 2ൻ്റെ പവർ നിങ്ങൾക്കറിയാം 2^1, 2^2, 2^3, 2^4, 2^5 അങ്ങനെ പോകും. 2^1 എന്ന് പറഞ്ഞാൽ 2, 2^2 എന്ന് പറഞ്ഞാൽ 2 × 2, 2 × 2 4, ദെൻ 2^3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2, 2 × 2 4, 4 × 2 8,
ദെൻ 16, 32 അങ്ങനെ പോകും 2ൻ്റെ പവർ. അപ്പോൾ ബൈ കണ്ടുപിടിക്കണമെങ്കിൽ 2ൻ്റെ പവർ മൈനസ് നമ്പർ ഓഫ് ടീംസ് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് 11 ടീമിനെ എടുക്കാം. അപ്പോൾ 11 ടീം ഉണ്ടെങ്കിൽ എത്ര ബൈ കൊടുക്കുമെന്ന് നോക്കാം. അപ്പോൾ 11 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് വരുന്ന 2ൻ്റെ പവർ ഏതാണെന്ന് ആദ്യം നോക്കുക. 11ന് ശേഷം ഇപ്പം 2, ഇപ്പോൾ 2ൻ്റെ പവർ 2, 4, 8, ദെൻ 16, 32 അങ്ങനെ പോകും. അപ്പോൾ 11 കഴിഞ്ഞ് വരുന്ന പവർ ഏതാ? 2ൻ്റെ 16. അപ്പം നമ്മളിവിടെ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പവർ ഓഫ് 2 16 മൈനസ് 11 എത്രയാണ്? 16 മൈനസ് 11 5. 5 ബൈ വരും 11 ടീമുള്ളൊരു ടൂർണമെൻറ്റിൽ. ഇനി നമുക്ക് ബൈ എങ്ങനെ നമുക്ക് നമ്മുടെ ടൂർണമെൻ്റ് ഫിക്സ്ചറിൽ അപ്ലൈ ചെയ്യും എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് 11 ടീമിനെ എടുക്കാം. അപ്പോൾ അപ്പർ ഹാഫ് ലോവർ ഹാഫായിട്ട് തിരിച്ചു, മുകളിൽ 6 ടീം, താഴെ 5 ടീം. അപ്പോൾ ഫസ്റ്റ് ബൈ നമ്മൾ ലോവർ ഹാഫിലെ ലാസ്റ്റ് ടീമിന് വരും ഫസ്റ്റ് ബൈ കൊടുക്കുന്നത്. ദെൻ ബൈ നമ്പർ 2 എവിടെ വരും? അപ്പർ ഹാഫിലെ ഫസ്റ്റ് ടീമിന് കൊടുക്കും. ദെൻ തേർഡ് ബൈ കൊടുക്കുന്നത് ലോവർ ഹാഫിലെ ഫസ്റ്റ് ടീമിന് തേർഡ് ബൈ കൊടുക്കും. ദെൻ ഫോർത്ത് ബൈ അപ്പർ ഹാഫിലെ ലാസ്റ്റ് ടീമിനാണ് നമ്മൾ ഫോർത്ത് ബൈ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ്, ഈ ഒരു ഓർഡറിൽ തന്നെ വരും എത്ര ബൈ വന്നാലും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം 3 ബൈ ഉള്ളെങ്കിൽ ആദ്യം ലോവർ ഹാഫിൽ കൊടുക്കും പക്ഷേ ദെൻ അപ്പർ ഹാഫിലെ ഫസ്റ്റ് ടീം, ദെൻ ലോവർ ഹാഫിലെ ഫസ്റ്റ് ടീം, അങ്ങനെ നമ്മൾ ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ബൈ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്ക് ഔട്ട് ഫിക്സ്ചർ വരച്ച് നോക്കാം. 14 ടീമിന് ഉള്ള ടീമിൻ്റെ ഫിക്സ്ചർ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ആദ്യം നമ്പർ ഓഫ് ടീം 14 ആണ്. ഇപ്പോൾ ഈവൻ നമ്പർ ഓഫ് ടീംസ് ആണ്. അപ്പം ആദ്യം എന്ത് ചെയ്യും? നമ്മൾ അതിനെ 2 ഹാഫ് ആക്കണം. അപ്പോൾ അതിന് മുമ്പ് എത്ര മാച്ചസ് വരും? n-1 അപ്ലൈ ചെയ്യാം. 14 - 1 ഇപ്പോൾ മൊത്തം 13 മാച്ച് നമുക്ക് 14 ടീമുള്ളൊരു ഫിക്സ്ചർ വരയ്ക്കുന്നതിൽ 13 മാച്ചസ് ഉണ്ടാവും. ഇനി എത്ര റൗണ്ട് ഓഫ് മാച്ചസ് ഉണ്ടാവും നോക്കാം. അതായത് 14ൻ്റെ ഏറ്റവും നെക്സ്റ്റ് വരുന്ന പവർ എത്ര? 16. 2⁴ ആണ്. അപ്പം 2⁴ അപ്പം 4 റൗണ്ടായിരിക്കും. നമുക്ക് 14 ടീമുള്ള ഫിക്സ്ചറിൽ 4 റൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പർ ഹാഫിൽ എത്ര ടീം വരും, ലോവർ ഹാഫിൽ എത്ര ടീം വരും നോക്കാം. ഇത് ഈവൻ നമ്പർ ഓഫ് ടീംസ് ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻ എന്തായാലും n/2 വരും. അപ്പർ ഹാഫിലും ലോവർ ഹാഫിലും n/2. 14 ടീമാണുള്ളത്. 14/2 എത്ര? 7 ടീം. അപ്പോൾ 7 ടീം അപ്പർ ഹാഫിലും ലോവർ ഹാഫിൽ 7 ടീം. അപ്പോൾ ഇനി ബൈ എത്ര വരും എന്ന് നമുക്ക് നോക്കാം. ബൈ എന്താ? പവർ ഓഫ് 2 മൈനസ് നമ്പർ ഓഫ് ടീംസ്. പവർ ഓഫ് 2 14 കഴിഞ്ഞ് വരുന്ന 2ൻ്റെ പവർ ഏതാ? 16 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനിലോട്ട് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 16 മൈനസ് 14. അപ്പം 14 ടീമുള്ളൊരു നോക്കൗട്ട് ഫിക്സ്ചറിൽ 2 ബൈ നമ്മൾ കൊടുത്താൽ മതി. 2 ബൈ അപ്ലൈ ചെയ്താൽ മതി. നമുക്കിനി ഫിക്സ്ചർ ഒന്ന് വരച്ച് നോക്കാം 14 ടീമിൻ്റെ. അപ്പോൾ ആദ്യം ഞാൻ എഴുതുവാണ്. 14 ടീംസിനെ എഴുതി. ഓക്കെ, 2 ഹാഫ് ആക്കണം. ഓൾറെഡി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് n/2, അതായത് 14/2 7. അപ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പർ ഹാഫിൽ 7 ടീം, ലോവർ ഹാഫിൽ 7. ബൈ നമ്പർ 1 നമ്മൾ ലോവർ ഹാഫിലെ ലാസ്റ്റ് ടീമിന് അപ്ലൈ ചെയ്തു. ബൈ നമ്പർ 2 അപ്പർ ഹാഫിലെ ഫസ്റ്റ് ടീമിന് കൊടുത്തു. 2 ബൈ ആകെയുള്ളൂ. ഇനി വരച്ച് നോക്കാം. ഫസ്റ്റ് മാച്ച് വരുന്നു 2 vs 3 ആയിരിക്കും ആദ്യത്തെ മാച്ച്. ഫസ്റ്റ് റൗണ്ടാണ് നടക്കുന്നത്. ദെൻ 4 vs 5, 6 vs 7, 8 vs 9, 10 vs 11, 12 vs 13. ഇത്തരം മാച്ചസ് ഫസ്റ്റ് റൗണ്ടിൽ കഴിയും. അപ്പോൾ ഇവിടെ നിന്ന് വിൻ ചെയ്യുന്നവർ അടുത്ത റൗണ്ടിലോട്ട് അഡ്വാൻസ് ആവും. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ബൈ കിട്ടിയ ടീം കളിക്കും. അപ്പം ബൈ ഫസ്റ്റ്, അതായത് സെക്കൻഡ് ബൈ കിട്ടിയ ബൈ നമ്പർ 2 കിട്ടിയ ടീം 1-ഉം 2-ലെയും 3-ലെയും വിന്നറുമായിട്ട് അടുത്ത മാച്ച് കളിക്കും. സെക്കൻഡ് റൗണ്ടിൽ മേ ബി 3 വിൻ ചെയ്തെങ്കിൽ 3-2 ആയിട്ട് അടുത്ത മാച്ച് സെക്കൻഡ് റൗണ്ടിൽ കളിക്കും. അത് കഴിഞ്ഞിട്ട് 4-ലെ വിന്നറും 7-ലെ വിന്നറും. 4-ൽ നമുക്ക് 4 വിൻ ചെയ്തെങ്കിൽ 4 അഡ്വാൻസ് ചെയ്ത് 7 6 vs 7-ൽ അഡ്വാൻസ് ചെയ്ത് അവർ തമ്മിൽ കളിക്കും. ദെൻ 8 vs 9-ലെ വിന്നറും 10 vs 11-ലെ വിന്നറും 12 vs 13-ലെ വിന്നറും ബൈ കിട്ടിയ ടീം. ഇത്രയും മാച്ചാണ് സെക്കൻഡ് റൗണ്ടിൽ ഉണ്ടാകുന്നത്. പിന്നെ അടുത്ത മാച്ച് വരുന്നത് അവിടുത്തെ വിന്നറും
പിന്നെ 7 വേഴ്സസ് 4 വിന്നർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരച്ച് അങ്ങ് വിട്ടാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ലാസ്റ്റ് നമുക്ക് പിന്നെ തന്നെ കിട്ടും. 4 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓഡ് നമ്പർ ഓഫ് ടീം വരുവാണെങ്കിൽ എങ്ങനെ ഫിക്സർ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 14 ടീമിൻ്റെ ചെയ്തു, അത് ഈവൻ ആയിരുന്നു. അപ്പം 11 ടീം ഓഡ് നമ്പറാണ്. അപ്പം ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ടീംസ് n 11 ഓക്കെ. നമ്പർ ഓഫ് മാച്ചസ് നോക്കാൻ n-1 11 - 1 അതായത് 12 മാച്ചസ് 11 - 1 10 മാച്ചസ് കൂടെ ഉണ്ടാവും. പിന്നെ നമ്പർ ഓഫ് റൗണ്ട്സ് 2⁴ തന്നെയാണ്. 11ൻ്റെ അടുത്ത് 2ൻ്റെ പവർ വരുന്നത് 16 2⁴. അപ്പോൾ 4 റൗണ്ട് മാച്ചസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ദെൻ നമ്പർ ഓഫ് ടീംസ് ഇൻ അപ്പർ ഹാഫ് അപ്ലൈ ചെയ്യുന്ന n+1/2 ആണ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. 11 + 1/2 അതായത് 12/2 = എത്ര? 6 ടീം വരും അപ്പർ ഹാഫിൽ. ലോവർ ഹാഫിൽ n-1/2 ചെയ്യുമ്പോൾ 11 - 1/2 5. ഓക്കെ, അപ്പം ഇത്ര അറിയാമെങ്കിൽ നമുക്കിനി പിക്ചർ വരയ്ക്കാം. അപ്പം ബൈയുടെ ഇപ്പം 16 - 11 വരും. അതായത് 11ൻ്റെ അടുത്ത പവർ 16 ആണ് വരുന്നത്. അപ്പം 16 - 11 ചെയ്യുമ്പോൾ 5/. വരും. 5/. വേണം നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ബൈ അപ്ലൈ ചെയ്യാം. ബൈ നമ്പർ 1 നമ്മൾ ലോവർ ഹാഫിലെ ലാസ്റ്റ് ടീമിന് അപ്ലൈ ചെയ്യും. ബൈ നമ്പർ 2 അപ്പർ ഹാഫിലെ ഫസ്റ്റ് ടീമിന്. ദെൻ ബൈ നമ്പർ 3 ലോവർ ഹാഫിലെ ഫസ്റ്റ് ടീമിന്. ബൈ നമ്പർ 4 അപ്പർ ഹാഫിലെ ലാസ്റ്റ് ടീമിന്. ബൈ നമ്പർ 5 വീണ്ടും ആ റൊട്ടേഷൻ വരും ലോവർ ഹാഫിലെ സെക്കൻഡ് ലാസ്റ്റ് ടീമിന്. ദെൻ ഫിക്സർ വരയ്ക്കുക. ഫസ്റ്റ് റൗണ്ട് വരയ്ക്കുക. ബൈ കിട്ടിയ ടീമെല്ലാം സെക്കൻഡ് റൗണ്ടിലോട്ട് അഡ്വാൻസ് ചെയ്യും. മറ്റേ സെയിം പോലെ തന്നെ നമ്മൾ 14 ടീമിൻ്റെ വരച്ച പോലെ തന്നെ പിന്നെ ബാക്കി അങ്ങ് വരയ്ക്കുക. അപ്പം ഇങ്ങനെയാണ് എത്ര ടീം വന്നാൽ, ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ ടീം വന്നാൽ സിംഗിൾ നോക്കൗട്ട് ഫിക്സർ വരയ്ക്കുന്നത്. അപ്പം ഈക്വേഷൻസ് എല്ലാവരും ഓർത്ത് വെക്കുക. സിമ്പിളാണ്, നിങ്ങൾ കണക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടീം എത്ര ഇട്ടിട്ട് ഈ ഈക്വേഷൻസ് എല്ലാം വെച്ച്. ഇതാണ് സിംഗിൾ നോക്കൗട്ടിൽ ഫിക്സേഴ്സ് വരയ്ക്കുന്നത്.